Hi friends, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു മിറക്കിൾ ഡ്രിങ്ക് ആണ് പരിചയപ്പെടുത്തുന്നത്. ഇത് നമുക്ക് ശരീരത്തിന് വളരെ കൂളിംഗ് ആണ്. സമ്മറിലൊക്കെ നല്ല തണുപ്പിച്ചിട്ട് കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ഒരു ഡ്രിങ്ക് ആണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വളരെ ഈസിയാണ് കേട്ടോ. ഇതിൽ എടുക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നല്ല ഫ്രഷ് ആയത് തന്നെ എടുക്കുക. കുറേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചതൊന്നും എടുക്കരുത് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് വാങ്ങിച്ചിട്ട് അപ്പോൾ തന്നെ ജ്യൂസ് ഉണ്ടാക്കുക. അതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഇതിനൊരു 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ 3 ക്യാരറ്റ് കേട്ടോ. ഏതാണ്ട് ഒരു മീഡിയം സൈസ് ഉണ്ടാവും. നല്ല മധുരമുള്ള ക്യാരറ്റാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള ആപ്പിളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു വലുപ്പം എന്ന് പറഞ്ഞാൽ മീഡിയം സൈസിനേക്കാൾ കുറച്ചും കൂടി വലുപ്പമുണ്ട് ഈ ആപ്പിൾ. അപ്പോൾ ഇങ്ങനെ ഒന്ന് മുഴുവനായിട്ട് വേണം. അപ്പോൾ ഞാനിപ്പോൾ തൊലിയോട് കൂടിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്കിത് തൊലി ചെത്തിയിട്ടും എടുക്കാം. അപ്പോൾ നന്നായിട്ട് ആപ്പിൾ കഴുകിയെടുക്കുക കേട്ടോ. പിന്നെ അതേപോലെ ഒരു വലിയ ബീട്രൂട്ടാണിത്. ഇതിൻ്റെ 1/4 ഭാഗമാണ് എടുക്കുന്നുള്ളൂ. ഇത് മുഴുവൻ എടുക്കുന്നില്ല. 1/4 ഭാഗം മാത്രമേ എടുക്കാവൂ കേട്ടോ. അതൊന്ന് തൊലി കളഞ്ഞിട്ട് അതും കൂടി വയ്ക്കുക. ഇപ്പോൾ ഇത് നല്ല വലിപ്പമുള്ള ഒരു ബീട്രൂട്ടിൻ്റെ 1/4 ഭാഗമാണ് കേട്ടോ. ചെറിയ ബീട്രൂട്ടാണെങ്കിൽ ഒരു പകുതിയൊക്കെ നിങ്ങൾക്ക് എടുക്കാം. എപ്പോഴും ബീട്രൂട്ടിൻ്റെ അളവ് കുറച്ചിട്ട് എടുക്കുകയാണ് ടേസ്റ്റ് ഉണ്ടാവുക. കൂടുതലായി കഴിഞ്ഞാൽ അതിനൊരു കുത്തുന്ന ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ജ്യൂസിന് കുടിക്കാൻ സ്വാദം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രൊപ്പോർഷനിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ജ്യൂസിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് പുതിനയില വേണം. ഒരു 8-10 എണ്ണം വേണം കേട്ടോ പുതിനയില. ഞാനിപ്പോൾ വെച്ചതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ വെച്ചോളൂ. 2-3 എല്ലാം കൂടി കൂടുതൽ വെച്ചോളൂ കേട്ടോ. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് വേണം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി വേണം. ഇഞ്ചി ഞാൻ ആ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവില്ല. ഞാനിത് ഇടുമ്പോൾ കാണിക്കാം കേട്ടോ. ഇത് ഏറ്റവും എളുപ്പം ജ്യൂസറിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ജ്യൂസറിലാവുമ്പോൾ അതിൻ്റെ ജ്യൂസ് വേറെ ചണ്ടി വേറെ ആയിട്ട് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇത് മിക്സറെ ജാറിലിട്ടിട്ട് അടിച്ചിട്ടാണ് കാണിക്കുന്നത്. അതാവുമ്പോൾ എല്ലാവർക്കും എളുപ്പമായിരിക്കും ചെയ്യാൻ. ഇപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും ഇഞ്ചിയും പുതിനയും പിന്നെ ആപ്പിളും എല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ഈ ഒരു ജ്യൂസിൻ്റെ പേരാണ് ABC ജ്യൂസ് എന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണങ്ങളൊക്കെ ഞാൻ എന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ. ഇത് വളരെയധികം പിന്നെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖക്കുരുവൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മുഖത്ത് സ്കിന്നിന് ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് നല്ല തിളക്കം കിട്ടും കേട്ടോ. അതേപോലെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ലിവർ ഡിറ്റോക്സ് ചെയ്യാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ BP കുറയും. BP ഉള്ള ആൾക്കാർക്ക് ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ കൂടും. ഇത് ഹീമോഗ്ലോബിൻ കൂടാൻ ബെസ്റ്റാണ് കേട്ടോ. കാരണം ഇതിൽ ഈ ബീട്രൂട്ടുള്ള കാരണം ഹീമോഗ്ലോബിൻ നന്നായിട്ട് കൂടും. അപ്പോൾ അനീമിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളൊക്കെ പുറന്തള്ളുന്നതിനും ഇമ്മ്യൂണിറ്റി കൂടാൻ വളരെ നല്ലതാണ്. ഡൈജഷൻ ശരിയായ രീതിയിൽ നടക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കാരണം ഇതിൽ വിറ്റാമിൻ A ഒക്കെ ഒരുപാടുണ്ട്. വിറ്റാമിൻ A വിറ്റാമിൻ C ഒക്കെ നല്ല ഉള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡ്രിങ്കിന് മിറക്കിൾ ഡ്രിങ്ക് എന്നാണ് പറയുക. അത്രയും വളരെ ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഇത് ഞാൻ കുറേ കാലം ഉപയോഗിച്ചിട്ട് എനിക്കിതിൻ്റെ ആ ബെനിഫിറ്റ് അറിയാം കേട്ടോ. അത്രയും നല്ല ഒരു ഇതാണ്. എപ്പോഴും ജ്യൂസ് കുടിക്കുമ്പോൾ നമ്മളൊരു 2 ആഴ്ച കഴിച്ചിട്ട് നമ്മൾ നോക്കണം എന്തൊക്കെയാണ് എന്നുള്ളത്. നമ്മളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഹീമോഗ്ലോബിൻ കൂടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതേപോലെ BP കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ അതെല്ലാം മുറിച്ചിട്ടു. പുതിനയില ഇട്ടിട്ടുണ്ട്. ഇഞ്ചി ഒരു കഷ്ണം ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചിട്ടുണ്ട്. എപ്പോഴും ലെമൺ ജ്യൂസ് ഒഴിക്കുന്നത് നമ്മൾ ടേസ്റ്റിന് മാത്രമല്ല, ഇതിലത്തെ ആ ന്യൂട്രിയൻസൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഇതിലുള്ള അയേണൊക്കെ നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യാൻ ലെമൺ ജ്യൂസ് ഒഴിച്ചാലാണ് നല്ലത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഉണ്ടാക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റാണ് അതിന്. അപ്പോൾ നമുക്കൊരു മടുപ്പൊന്നും വരില്ല. ഇപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. ആദ്യം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നോക്കുക പാകമാണോ എന്ന്. അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് വരെ വെള്ളം ഒഴിക്കുക കേട്ടോ. ഞാൻ ഏതാണ്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് അടിച്ചു. ഇനി ഇത് അതേപോലെ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അതിൻ്റെ മീതെ നല്ലൊരു മസ്ലിൻ ക്ലോത്തോ അല്ലെങ്കിൽ നല്ലൊരു വൃത്തിയുള്ള ഒരു തുണി വയ്ക്കുക. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു തുണി വെച്ചിട്ട് ഇതേപോലെ ഇങ്ങോട്ട് അരിച്ചെടുത്താൽ മതി. വളരെ ഈസിയാണ് ഇതുപോലെ ചെയ്യുമ്പോൾ. ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ആ ചണ്ടിയൊക്കെ മാറിയിട്ട് നല്ല ക്ലിയർ ജ്യൂസ് കിട്ടും. കുടിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അല്ലാതെ ഇത് നമ്മൾ ചണ്ടിയോട് കൂടി കുടിച്ചു കഴിഞ്ഞാൽ 1-2 ദിവസം കുടിക്കും. അത് കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ തുടങ്ങും. ആ ചണ്ടിയൊക്കെ ആയിട്ട് നമുക്ക് ടേസ്റ്റ് പിടിക്കില്ല. ഇത് 2 പേർക്കുള്ള ജ്യൂസ് ഉണ്ടാവും കേട്ടോ. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള
ഉപ്പ് കൂടി ചേർക്കുക കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു നാച്ചുറൽ സ്വീറ്റ്നെസ് ഇതിനുണ്ട്. നല്ലൊരു മധുരമാണ്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ തേൻ മാത്രമേ ചേർക്കാവൂ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇതിലുള്ള ആ മധുരമാണ് നമുക്ക് ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. ഇപ്പോൾ വേനൽക്കാലമാണ്. വേനൽക്കാലത്ത് നല്ല കുടിക്കാൻ പറ്റിയ നല്ല ഒരു മിറക്കിൾ ഡ്രിങ്കാണ്. ആരോഗ്യത്തിനും നല്ലത്, നമ്മുടെ ദാഹം അകറ്റുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.